നമസ്കാരം. സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മലയാളികൾ. അദ്ദേഹത്തിന്റെ ഏത് നല്ല സിനിമ ഇറങ്ങിയാലും അതിനെ കൂവിത്തോൽപ്പിക്കാൻ, സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചില്ലാതാക്കാൻ വലിയൊരു സംഘം തന്നെ അണിയറയിലുണ്ടായിരുന്നു. മേപ്പടിയാൻ എന്ന മികച്ച സിനിമ നേട്ടം കൊയ്തെങ്കിലും അർഹിക്കുന്ന അംഗീകാരം ഉണ്ണി മുകുന്ദന് കിട്ടിയില്ല. ജയ് ഗണേശ് എന്ന പേരുള്ള ഒരു സിനിമ വളരെ മനോഹരമായി പുറത്തിറക്കിയെങ്കിലും അതിനെ കൂവിത്തോൽപ്പിച്ചു എന്നത് സങ്കടകരമായ കാര്യമാണ്. എന്തിനേറെ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ബ്രേക്ക് ത്രൂ ആയി മാറിയ മാളികപ്പുറം 100 കോടി ക്ലബിലെത്തിയിട്ടും അംഗീകരിക്കാനോ ആദരിക്കാനോ ആരും ശ്രമിച്ചില്ല. അതിന് കാരണം ഉണ്ണി മുകുന്ദന്റെ തുറന്ന നിലപാടുകളാണ്. ഉണ്ണി മുകുന്ദൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന് ഗുജറാത്ത് ഭാഷ വശമാക്കി മോദിയോടൊക്കെ അടുപ്പം പുലർത്തിയൊരു സിനിമാക്കാരനാണ്. ഉണ്ണി മുകുന്ദൻ ഒരു ഭക്തനാണ്. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ്. ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആരുടെയും കയ്യൊപ്പില്ലാതെ, ഗോഡ് ഫാദർ ഇല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി ജയിച്ചവനാണ്. അതുകൊണ്ട് ഉണ്ണി മുകുന്ദനെ ബോധപൂർവം ചവിട്ടിത്തേൽക്കാൻ സിനിമയ്ക്കകത്തും പുറത്തും ലോബികൾ ഒരുമിച്ച് നിന്നു. ഉണ്ണി മുകുന്ദൻ വളർന്നു വന്നാൽ അത് ഭീഷണിയാകുന്ന ചില സിനിമാ താരങ്ങൾ അതിനെ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഉണ്ണി മുകുന്ദനെ അടിച്ചൊതുക്കി നിർത്തിയിട്ടും മാളികപ്പുറത്തിന്റെ വിജയത്തിലൂടെ ഉണ്ണി മുകുന്ദൻ ആർക്കും വഴിതടയാൻ കഴിയാത്ത വിധത്തിൽ നിലയുറപ്പിച്ചു. മാളികപ്പുറത്തിന്റെ വിജയം ഉണ്ണി മുകുന്ദന് നൽകിയ ആത്മവിശ്വാസമുണ്ട്. താൻ സൂപ്പർ സ്റ്റാർ ആണ്, തനിക്കെതിരെ തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ ആ തടസ്സങ്ങളെ ബുദ്ധിപരമായി നേരിടണം എന്ന് പഠിച്ച് ഉണ്ണി മുകുന്ദൻ വിവേകപൂർവം രംഗത്തിറങ്ങുകയാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് തിരക്കഥകൾ പഠിച്ചു, വായിച്ചു, പല വിദഗ്ധന്മാരോടും ചർച്ച ചെയ്തു. അങ്ങനെ ഉണ്ണി മുകുന്ദൻ തന്റെ കരിയർ വരുന്ന ഒരു 20 വർഷത്തേക്ക് സെറ്റ് ചെയ്തു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ പോകുന്ന അടുത്ത നടൻ താനായിരിക്കുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചുള്ള നീക്കമായിരുന്നു. ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ ആ നീക്കം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് മാർക്കോയുടെ അസാധാരണമായ ഓട്ടം. ഞാൻ ആ മാർക്കോ കണ്ടതാണ്. എനിക്ക് ആ സിനിമ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് സമ്മാനിച്ചത്. എനിക്കതിനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. കാരണം വയലൻസ്, അത്രമാത്രം ക്രൂരതകളാണ് സിനിമയിലുള്ളത്. കൊച്ചുകുട്ടികളെ ഗ്യാസ് കുറ്റി കൊണ്ട് അടിച്ചു കൊല്ലുന്നതൊന്നും കണ്ടിരിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. പക്ഷേ ആ സിനിമ ലോകം ഏറ്റെടുത്തു എന്നതാണ് സത്യം. പുഷ്പയിൽ അല്ലു അർജുൻ പറയുന്ന പോലെ പുഷ്പ നാഷണൽ അല്ലട, ഇന്റർനാഷണലാണ്. അത്തരത്തിലാണ് ഉണ്ണി മുകുന്ദന്റെ വളർച്ചയും ഉയർച്ചയും സംഭവിച്ചിരിക്കുന്നത്. മാർക്കോയുടെ ചരിത്രം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 15 ദിവസമായപ്പോൾ 84 കോടിയിൽ കളക്ഷൻ എത്തിയിരിക്കുന്നു. ഈ 15 ദിവസം കഴിഞ്ഞാൽ സിനിമ തീരേണ്ടതാണ്. പക്ഷെ വളരെ ബുദ്ധിപരമായ മാർക്കറ്റിംഗ് ആണ് മാർക്കോയ്ക്ക് എടുത്തിരിക്കുന്നത്. മാർക്കോ ഡിസംബർ മാസം 20-നാണ് കേരളത്തിൽ റിലീസ് ചെയ്തത്. മലയാള മാർക്കറ്റിനെ അത് പിടിച്ചുകുലുക്കി. ഏറെ വൈകാതെ അത് ഹിന്ദിയിൽ റിലീസ് ചെയ്തു. ഹിന്ദിയിലെ മറ്റു പ്രധാനപ്പെട്ട സിനിമകൾ പോലും മാറ്റിവെച്ചുകൊണ്ട് പുതിയ പുതിയ തിയേറ്ററുകൾ മാർക്കോയ്ക്ക് കിട്ടി. മലയാളത്തിലോട് ഇതിന്റെ എത്രയോ ഇരട്ടി ഹിന്ദിയിലോടി. ഇനി ഹിന്ദിയുടെ ഗൾഫ് രാജ്യങ്ങളിലെ വേഷം ഓടിത്തുടങ്ങിയത് 1-ാം തീയതിയാണ്. അതായത് അന്ന് 5 ദിവസമായിട്ടുള്ളൂ. തെലുങ്കിൽ ഓടിത്തുടങ്ങിയത് 1-ാം തീയതിയാണ്, 5 ദിവസമായിട്ടുള്ളൂ. തമിഴിൽ ഓടിത്തുടങ്ങിയത് 3-ാം തീയതിയാണ്. അങ്ങനെ പല ഭാഷകളിൽ പല തരത്തിൽ റിലീസിങ് വെച്ച് ഹൈപ്പ് ഉണ്ടാക്കി ആ സിനിമ മുന്നേറുകയാണ്. വൈകി റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇപ്പോഴും ശരാശരി ഒരു 2 കോടി രൂപ കളക്ഷൻ ഓരോ ദിവസവും കിട്ടുന്നുണ്ട്. അത് ഇനിയും 1-2 ആഴ്ച കൂടി നീണ്ടു നിൽക്കും. പ്രത്യേകിച്ച് ഹിന്ദിയിലോ മലയാളത്തിലോ ഒന്നും കാര്യമായ സിനിമകൾ ഈ സമയത്തില്ല. ഇതൊരു സമയം കൂടിയാണ്. ചില സിനിമകൾ ഇറങ്ങുമ്പോൾ മറ്റു സിനിമകൾ അതിനെ ഹൈജാക്ക് ചെയ്തെന്ന് വരാം. ഇതൊരു കൃത്യസമയം കൂടിയാണ്. മലയാള സിനിമയിൽ 100 കോടി കിടക്കുന്ന അപൂർവ സിനിമകളിൽ ഒന്നായി മാറി. ആ സിനിമയ്ക്ക് ഏതാണ്ട് 30 കോടിയോളമാണ് മുടക്കെന്ന് പറയുന്നത്. ആ തിയേറ്റർ കമ്മീഷനൊക്കെ ഒരുപാട് പോകുമ്പോൾ അത്ര ലാഭം കിട്ടില്ല. പക്ഷെ 100 കോടി കടക്കുകയും ഉണ്ണി മുകുന്ദന് വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിയുകയും ചെയ്തു. പാൻ ഇന്ത്യൻ നടൻ എന്നൊക്കെ പറയാം. അതായത് കേവലം മലയാളത്തിനപ്പുറത്തേക്ക് ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു നടനായി മാറിക്കഴിഞ്ഞു. ഹിന്ദിയും തമിഴും തെലുങ്കും കന്നഡയും മലയാളവുമാണ് പ്രധാനപ്പെട്ട സിനിമകൾ. ഇവിടെയെല്ലാം ഉണ്ണി മുകുന്ദൻ സ്വാധീനമുറപ്പിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ഉണ്ണി മുകുന്ദന്റെ കാലമാണ്, ഉണ്ണി മുകുന്ദന്റെ യുഗമാണ് എന്ന് വ്യക്തമാകുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഉണ്ണി മുകുന്ദന്റെ ഈ മാർക്കോ ദക്ഷിണ കൊറിയയിൽ റിലീസ് ചെയ്യുന്നതാണ്. ഏപ്രിൽ ആദ്യവാരമായിരിക്കും റിലീസ് ചെയ്യുന്നത്. ദക്ഷിണ കൊറിയ നമുക്കറിയാം ലോകമെമ്പാടും സിനിമ എത്തിക്കുന്ന ഒരു രാജ്യമാണ്. ചെറിയ രാജ്യമാണ്. പക്ഷെ അവിടുത്തെ സിനിമയുടെ സാങ്കേതിക മികവും സിനിമയുടെ പ്രത്യേകതകളും ആക്ഷൻ ത്രില്ലറും ഒക്കെ വളരെ ശ്രദ്ധേയമാണ്. ദക്ഷിണ കൊറിയയിൽ ആ സിനിമ റിലീസിങ്ങിന് എത്തുന്നു. ദക്ഷിണേന്ത്യയിലെ ഒരു സിനിമയും ഇത്ര വലിയ മാസീവ് റിലീസ് ദക്ഷിണ കൊറിയയിൽ നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഈ ഉണ്ണി മുകുന്ദൻ കൊടുങ്കാറ്റ് കൊറിയയിലേക്കും പോകുന്നു. കൊറിയയിലും ജപ്പാനിലും സിംഗപ്പൂരിലും ഒക്കെ പടർന്നു ബന്ധിക്കുന്ന വലിയ നടനായി ഉണ്ണി മുകുന്ദൻ മാറുന്നു. ഈ ഉണ്ണി മുകുന്ദന്റെ ഈ വളർച്ച ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല. ഉണ്ണി മുകുന്ദൻ ഒറ്റ
ഒറ്റയ്ക്ക് വളർന്ന ആളാണ്. ആരുടെയും സഹായമില്ലാതെ, ഒരു ബിഗ് ബോസിന്റെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് വളർന്ന ആളാണ്. ഉണ്ണിമുകുന്ദന്റെ ആത്മവിശ്വാസം വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഉണ്ണിമുകുന്ദനും ഞാനും തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യാറുണ്ട്. വിളിച്ചാൽ അപ്പോൾ എടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറുണ്ട്. ആ ഒരു ലാളിത്യം അദ്ദേഹം നിലനിർത്തുന്നു. ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോകുന്നു. അതൊരു ക്ഷിപ്രകോപിയാണ്. പക്ഷെ പറയാനുള്ളത് പറയും, അതോട് തീരും. ഇതാണ് ഉണ്ണിമുകുന്ദന്റെ പ്രത്യേകത. ബോധപൂർവം എത്രയോ കേസുകളിൽ അദ്ദേഹത്തിനെതിരെ പലരും കൊണ്ടുവന്ന് കുരുക്കിയിരിക്കുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്ന് മറുപടി പറഞ്ഞതിന്റെ പേരിൽ ഉണ്ണിമുകുന്ദൻ സിനിമക്കാരനോ ഗുണ്ടയോ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ചർച്ച നടത്തിയത്, ബ്രേക്ക് ന്യൂസ് ഇട്ടത്. ഇങ്ങനെ പലരുടെയും ആക്രമണം ഒരേ സമയം വന്ന ഉണ്ണിമുകുന്ദൻ അതിനെയൊക്കെ അതിജീവിച്ചെത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അഹമ്മദാബാദിലെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചു വളർന്ന ചെറിയ 2 മുറികളുള്ള വീട്ടിൽ പോയിട്ടുണ്ട്. ആ മുറികളിലെ കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കാണിച്ചതിൽ ഒരു 2 മിനിറ്റ് ഭാഗം കാണുക. ഉണ്ണി വളർന്ന വീട് ഇതാണ്, നമ്മളിപ്പോ നിൽക്കുന്ന വീടാണ്. ഇതാണ് കുളിക്കുന്ന സ്ഥലം. ഉണ്ണി വർഷങ്ങളോളം കുളിച്ചിരുന്ന സ്ഥലമാണിത്. എന്റെ തല മുട്ടും ഇപ്പൊ. അതായത് എനിക്ക് എന്റെ കൈ ഇങ്ങനെ മുട്ടാണ്. I was one of the notorious guy in the school. Not him. He was a cool guy, but then he was a chocolatey boy. ഈ ഹനുമാൻ സ്വാമി ആയിരുന്നു ഉണ്ണിയെ ഉണ്ണിയാക്കി മാറ്റിയത്. He want to become hero only. Okay. Really, it's a fact. If cricket he want to become captain. Lekin really, he made that. ഒരു ചെറിയ വീടിൽ നിന്ന് വന്നു, ഫൈനാൻഷ്യലി നല്ല ഇതിൽ നിന്ന് വന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, പക്ഷെ ഇത് എല്ലാം നെഗറ്റീവ്സിനെ മാറ്റി വെച്ചിട്ട് പോയിട്ട് സ്വന്തമായിട്ട് ഒരു വേൾഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് തല ഇടിക്കാതെ കുനിഞ്ഞ് കയറണം. ഇതാണ് ആ പണ്ട് മുതലേ ഉള്ള ഒരു വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ ഉണ്ണിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയെ പോലെ പൊക്കമുള്ള ഒരാൾക്ക് ഇവിടെ നിന്നാലോ എനിക്ക് പിന്നെയും കഷ്ടി ഇറങ്ങാൻ പറ്റും. ഈ ഉണ്ണി കയറി വന്നുകൊണ്ടിരുന്ന വീട് ഇതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച താഴേന്ന് കയറി വരുന്നു, ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നു. ഇവിടെ കയറി വരുമ്പോൾ 4 വീടുകളാണ്, 4 ഫ്ലാറ്റുകളാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഫ്ലാറ്റ്, മറ്റൊരു ഫ്ലാറ്റ്, 4 വീട്ടുകാർ താമസിക്കുന്നത്. 4 റൂമല്ല, 4 ഫ്ലാറ്റുകൾ. എന്തായാലും നമ്മളൊരു താക്കോല് സംഘടിപ്പിച്ചിരിക്കുന്നു. വീട്ടിൽ കയറാം. കത്തൊക്കെ കിടപ്പുണ്ട്. ഉണ്ണിക്ക് തന്നെ ആയിരിക്കും. അല്ല, ഈ മുറി എന്ന് പറഞ്ഞു ഇതാണോ വീടിന്റെ? ഒരു റൂമും ഒരു അടുക്കളയും മാത്രമേ ഉണ്ടാകുന്നുള്ള. കേറുന്ന റിസപ്ഷനും അടുക്കളയും ഒരു മുറി അത്ര ഉണ്ടായിരുന്നു. അവരെ പപ്പ വന്നിട്ട് ഇതൊക്കെ പണിതു. ഇത് പിന്നെ ഹാളാക്കി. നേരത്തെ ഇല്ല. ഇത് ഉള്ളപ്പോ ഉണ്ടാകുന്നില്ല. നമ്മൾ ഉണ്ണി താമസിച്ച, ഉണ്ണി വളർന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഉണ്ണിയുടെ ജീവിതം തന്നെ ഇവിടെയാണ്. ഉണ്ണിയോടൊപ്പം ഓർമ്മകൾ ഇവിടെയാണ്. നമുക്കൊരു ദിവസം ഉണ്ണിയോടൊപ്പം ഇടത്താൻ ശ്രമിക്കാം. ഓർക്കണം, ഉണ്ണിമുകുന്ദൻ ജനിച്ചു വളർന്ന വീടാണ്. ഉണ്ണിമുകുന്ദൻ സഞ്ചരിച്ച വഴികളാണ്. ഉണ്ണിമുകുന്ദൻ പോയ കോവിൽ, ഇതൊക്കെ ഞാൻ പോയി കണ്ടതാണ്. ഇത്ര സാധാരണ മനുഷ്യനായി ജനിച്ചു വളർന്ന, അവിടുത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി ഒക്കെ അദ്ദേഹം വളർന്ന് സകല മനുഷ്യരും ബന്ധമുണ്ടാക്കി. ഞാൻ പിന്നീട് അവിടെ പോയി അവർക്കൊക്കെ ഉണ്ണിമുകുന്ദനെ കുറിച്ച് നല്ലത് പറയാനേ ഉള്ളൂ. ആ ഉണ്ണിമുകുന്ദന്റെ മാതാപിതാക്കൾ, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. എത്ര ലാളിത്യമുള്ള മനുഷ്യരാണ് അവര്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജോലി തേടി അഹമ്മദാബാദിൽ പോയതാണ്. സാധാരണ ജോലിയായിരുന്നു. മക്കളെ വളർത്തി. അവിടെ ഉണ്ണിമുകുന്ദൻ ഒരു കത്തെഴുതി, സിനിമയോടുള്ള ഇഷ്ടം കാരണം ലോഹിദാസിന്റെ കത്തെഴുതി. ലോഹിദാസ് വിളിച്ചു വരുത്തി. ലോഹിദാസ് ഒരു സിനിമയിൽ അവസരം കൊടുക്കാത്ത പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. അവിടെ അദ്ദേഹം അനാഥനായി പോയതാണ്. പക്ഷേ അവിടെ നിന്ന് ഒറ്റയ്ക്ക്, ആരുടെയും സ്വാധീനമില്ലാതെ, സഹായമില്ലാതെ ഉണ്ണിമുകുന്ദൻ വളർന്ന് പന്തലിച്ചു. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉണ്ണിമുകുന്ദനോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉറപ്പായും ചേട്ടാ ഈ സിനിമ വിജയിക്കും. ഈ സിനിമ എൻ്റെ സിനിമയിലുള്ള ഒരു വഴി തന്നെ മാറ്റി എഴുതും. അത് വളരെ കൃത്യമാണ്. ഞാൻ വെറുതെ തിരഞ്ഞെടുത്തതല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത്തരത്തിൽ പല സിനിമകളും ഉണ്ണിമുകുന്ദൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ വരുന്നു, ഒരുപാട് തിരക്കഥാകൃത്തുകൾ വരുന്നു, ഒരുപാട് നിർമ്മാതാക്കൾ വരുന്നു. അത് മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിന് പുറത്തേക്കും ഒറിജിനൽ സിനിമകളുമായി ഉണ്ണിമുകുന്ദനെ തേടി ആളുകൾ എത്തുകയാണ്. ഇനി വരാൻ പോകുന്നത് ഉണ്ണിമുകുന്ദന്റെ കാലമാണ്. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി ഉണ്ണിമുകുന്ദൻ മാറും. ഉണ്ണിമുകുന്ദന് മുമ്പിൽ ശോഭനമായൊരു ഭാവിയുണ്ട്. പ്രായം ഒരുപാട് ബാക്കിയുണ്ട്. മലയാള സിനിമയുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും തുടർച്ചക്കാർ, ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ നടൻ എന്ന നിലയിൽ മലയാള സിനിമയെ സ്വാധീനിക്കാൻ പോകുന്ന, ഏറ്റെടുക്കാൻ പോകുന്ന നടനെ ഉണ്ണിമുകുന്ദൻ മാറാം. അത് കഠിന പ്രയത്നത്തിന്റെയും ലാളിത്യത്തിന്റെയും സത്യസന്ധതയുടെയും വിജയമാണ്. ഉണ്ണിക്ക് ഇതൊക്കെയാണുള്ളത്. കാപട്യമുള്ള മനുഷ്യനല്ല, സത്യസന്ധനാണ്, കഠിന പ്രയത്നം ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്, നിർഭയനാണ്. സത്യത്തിനും നിർഭയത്വത്തിനും സിനിമാ ലോകത്ത് ഒരു സാധ്യതയുണ്ട് എന്ന് ഉണ്ണിമുകുന്ദൻ തെളിയിച്ചിരിക്കുന്നു. ഉണ്ണിമുകുന്ദൻ പാൻ ഇന്ത്യൻ നടനായി വളർന്ന് പന്തലിച്ച്
മലയാളികൾക്ക് മുഴുവൻ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.